ഞാൻ കോഴിക്കോട് ജില്ലയിലെ കോമശ്ശേരി പഞ്ചായത്തിലാണ്. ഇവിടെ കാപ്പാട്ടുമല വില്യംസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. വളരെ ഫേമസ് ആയ ഒരു ടൂറിസം കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. മലയോര കർഷക മേഖലയാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമുക്കിത് അദ്ദേഹത്തോട് ചോദിക്കാം. എന്തെല്ലാം വില്യംസ് കാപ്പാട്ടുമല ആണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഈ ടൂറിസ്റ്റ് ഹലോ, നമ്മള് ഇത് വെസ്റ്റേൺ കട്ട് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ഇവരൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. മെയിൻലി ഫാം ടൂറിസമാണ് നമ്മൾ ഇതിനകത്ത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു മലയോര ഗ്രാമമാണ്. കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും നല്ലൊരു പോഷ് അഗ്രികൾച്ചറൽ ഏരിയ ആണ്. അതുപോലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശം കൂടിയാണ്. നമ്മൾ ഈ ഓമശ്ശേരി, കോടഞ്ചേരി, തിരുവമ്പാടി, വയനാടിന്റെ അടിവാരം ഭാഗങ്ങളാണ്. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും നല്ല ഫെർട്ടൈൽ ലാൻഡും കൂടിയാണ്. അതുപോലെ നല്ല ചെറിയ കുന്നുകളും അരുവികളും ഇതൊക്കെ നല്ലൊരു വില്ലേജാണ് കേരളത്തിൽ. വില്ലേജ് ടൂറിസം ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ കസ്റ്റമേഴ്സ് അവർ ഏതെല്ലാം മാസങ്ങളിലാണ് അവർ വരുന്നത്? ഇവിടെ നമ്മള് അങ്ങനെയില്ല. കാരണം കേരളത്തിലെ വെതർ ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി. അപ്പം നമുക്ക് ഏത് ദിവസവും ഏത് മാസവും, ഇപ്പം മഴക്കാലം അതിഗംഭീരമാണ്. നമുക്കൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. അപ്പം അവിടെ നല്ല രസമാണ് മഴ. അതുപോലെ വേനൽക്കാലത്ത് നിറയെ പഴങ്ങൾ. കേരളത്തിലെ ഏകദേശം നമ്മൾ ഒരു 1000-ലേറെ ഇനങ്ങൾ, നെയിംഡ് വെറൈറ്റീസും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ, ക്ലോണിംഗ് ഒക്കെ ആയിട്ട് ഒരു 1000-ഓളം ഇനം വിവിധങ്ങളായ പഴവർഗ്ഗ സസ്യങ്ങളെ നമ്മൾ ഇവിടെ വളർത്തുന്നുണ്ട്. സാറ് പറഞ്ഞത് നമുക്ക് വളരെ ഫ്രൂട്ട്സുകളെ തന്നെ നമുക്ക് നാച്ചുറൽ ഫ്രൂട്ട്സ്, അതായത് വിഷം കഴിക്കാതെയുള്ള ഫ്രൂട്ട്സുകൾ ഇദ്ദേഹത്തിന്റെ നഴ്സറിയിൽ നിന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകാനും വിൽപ്പന പഴവർഗ്ഗങ്ങളൊക്കെ നല്ല മിതമായ വിലക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആർക്ക് വേണേലും ഇവിടെ വന്നിട്ട് സാറിന്റെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ നമ്മുടെ വീഡിയോയിലിടും. കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടൂറിസം നിങ്ങൾക്ക് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള ഓരോ വില്ലകളുണ്ട്. അതുപോലെ ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബാച്ച് ഗെറ്റ് ടുഗദറിനൊക്കെയുള്ള ഗ്രൂപ്പ് സ്റ്റേകളുണ്ട്. 30 പേര് 50 പേര് വരെ താമസിക്കാനുള്ള ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുണ്ട്. നല്ല വില്ലേജ് ഫുഡ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ തന്നെ കഴിക്കാനും ഇവിടെ തന്നെ ഉണ്ടാക്കാനും ഇവിടെ ഗ്രൂപ്പായിട്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല മലയുടെ മുകളിൽ ഏറ്റവും ഉയർന്നൊരു സ്ഥലത്താണ് നമ്മുടെ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളും വില്ലകളും അതുപോലെ ഓഡിറ്റോറിയവും ക്യാമ്പിംഗ് സൈറ്റൊക്കെ ഉണ്ട്. അമേസിംഗ് വ്യൂ ആണ്. നമ്മുടെ ടൂറിസ്റ്റിന്റെ ഫ്രണ്ട് എൻട്രൻസ് ഇത് ഇവരുടെ ചെറിയ ഒരു ഓഫീസാണ്. ഇതിലാണ് സാധനങ്ങളൊക്കെ അവര് ഒരു സ്റ്റാഫൊക്കെ ഉണ്ട്. ഫാം സ്റ്റേകളാണ്. ഇവിടെ എത്ര മുറികളുണ്ടാവും ഈ ഫാം സ്റ്റേയില്? നമുക്ക് ഇൻഡിപെൻഡന്റ് വില്ലകളും കോട്ടേഴ്സും എല്ലാം ഉണ്ട്. ഇപ്പൊ അവിടെ ആളുണ്ടോ? ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഉണ്ട്. നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ട്രീസ് ആണ് ഇതിന്റെ സറൗണ്ടിങ് ഏരിയ മുഴുവൻ. പഴങ്ങള് ഇതൊക്കെ നോക്കി കാണാം. എല്ലാം ചെറികളും നിറയെ ഫ്രൂട്ട്സ്. ഓരോന്നും അതിന്റെ സീസണില് കായ്ക്കുന്നത് അല്ലേ? സീസണില് കാണാം. ഇപ്പം ഓരോ ഇനങ്ങളും അതിൻ്റെതായിട്ടുള്ള ഫ്ലവറിങ്, ഫ്രൂട്ടിങ് സ്റ്റേജുകളാണ് ഡിഫറെന്റ് ആയിട്ട്. ഈ നമ്മുടെ ഇതിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴത്തോട്ടമാണ്. അതായത് 1000-ഓളം വെറൈറ്റി ഫ്രൂട്ട് ട്രീസ്. അതായത് നമുക്കൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10-20 പഴങ്ങളുടെ പേര് പറയാനേ പറ്റുള്ളൂ. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ള ഇന്ത്യയിലുള്ള വിവിധ സ്റ്റേറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ ഫോറസ്റ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള, അതുപോലെ ഏഷ്യ കൺട്രീസ്, അതുപോലെ യൂറോപ്പ്, അമേരിക്കയുടെ ഭാഗങ്ങൾ, എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ആഫ്രിക്കൻ കൺട്രീസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അങ്ങനെയുള്ളിടത്തുനിന്നൊക്കെ കൊണ്ടുവന്ന വിവിധങ്ങളായ ഇനങ്ങളാണ്. ഒരു ഡബിൾ റൂമാണോ ഇതിന്റെ? അതെ. അപ്പൊ AC അങ്ങനെ കണ്ടീഷൻഡ്. നമുക്ക് വണ്ടിക്കങ്ങ് പോവാം. ഇത് ഇവരുടെ നമ്മുടെ മലമുകളിലേക്ക് പോകുന്ന ഹിൽ സ്റ്റേഷനാണ്. ഓക്കെ. പേരെന്നാ സാറേ? ഇതൊരു ലെമൺ വെറൈറ്റീസ് ആണ്. പേരല്ല, ഒരു സിട്രസ് ആണ്.
നാരകവർഗത്തിലുള്ള ഒരു ഫ്രൂട്ട്. ഇത് നമ്മള് മാതള നാരങ്ങ വർഗമാണോ? ചെറുനാരങ്ങയുടെ. ഓ അത് ശരി. ഇത് എത്ര വർഷം കായ്ക്കാനൊക്കെ കുറെ സമയം എടുക്കും? ഇതൊക്കെ ഗ്രാഫ്റ്റ് തൈകളല്ലേ, ഇതൊക്കെ വേഗം. നമ്മള് ശരി. ഇതെല്ലാം മാർക്കറ്റിങ്ങിന് നമ്മൾ ഇതിന്റെയൊക്കെ വളരെ ഹൈബ്രിഡ് തൈകളാണ് ഇപ്പൊ ഉള്ളൂ. നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, കൂടുതലും നമ്മള് ഇതിന്റെയൊക്കെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ശരി. അത് ഇവിടെ തന്നെ കൊടുക്കും. ഇത് ശരിക്കും നല്ല അമേസിംഗ് ആയിട്ട് പലതരത്തിലുള്ള. അതെന്താ? ഇതാണ് രാമതുളസി എന്ന് പറയുന്നത്. രാമതുളസി നല്ല മണമായിരിക്കും അല്ലേ? നല്ല മണമുള്ള രാമതുളസി. ഇവിടെ ഇങ്ങനെയുള്ള ഇതാണ് രാമതുളസിയുടെ ചെടിയെ. ഇതാ വളരെ ഒരു താരമാണ് നമ്മുടെ. അനിൽ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ബിഎംസിന്റെ ഒരു പത്രമായിട്ട് വരും. കണ്ണൂര. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ ടൂറിസ്റ്റിന്റെ ഒരു കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ്. വീട് എവിടെയാ? ഇടുക്കി. ഇവിടെ വന്നിട്ട് കുറെ കാലമായി. 2 മാസമായി. പാട്ടുകാരി എന്നൊക്കെ അറിയാം. ഇടുക്കി ജില്ലയിലെ എൻ്റെ ഒരു പാട്ടുകാരിയുണ്ട്, പ്രിയാന്ന് പറഞ്ഞു. ഇടുക്കി നമ്മള് ശിഷ്യസവനില്ലേ? ശിഷ്യസവൻ എന്ന് പറയും. ടീച്ചറാണ്. പാട്ടുകാരിയാണ്. പൊതുവെ ഇടുക്കാരെല്ലാം പാട്ട് പാടുന്ന ഒരു എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും മൈഥിലിയുടെ വകയായിട്ടൊരു പാട്ട് അല്ലേ അയ്യംസെ? ചെറിയ 2 പേര് ഒരു മാറി മോഹിനെ പ്രണയിച്ചു പൂവന്തരത്തിൽ പൂജയ്ക്ക് പോകുന്നു നിന്നും ഒന്നും വാനിടം മംഗളം ആലപിക്കേ ഓമനെ നിന്നെ ഞാൻ സ്വന്തമാക്കും ഈറങ്ങകം ഓം കൊണ്ട് ചിത്രത്തിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.